Hello, good morning, my dear students. Welcome to Srivalsam EduHub. So, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയ സമയത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. വാട്ട് ഡസ് ദ വേർഡ് പള്ളി സജസ്റ്റ് ഇൻ റിലേഷൻ ടു പ്ലേസ് നെയിംസ്? അപ്പോൾ ഈ ഒരു പള്ളി എന്ന് പറയുന്ന ഈ ഒരു പേരിന് നമുക്കിപ്പോൾ ഈ കർണാടക ഭാഗത്തൊക്കെ നോക്കിയാൽ ഹള്ളി എന്ന് പറയും. ഹള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് എന്നാണ്. അതുപോലെ തന്നെ ഈ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ വില്ലേജ് എന്നുള്ള രീതിയിലാണ് പണ്ട് നാൾ തൊട്ടേ ഈ പള്ളി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പള്ളി എന്ന് പറയുന്ന വാക്ക് അത്രത്തോളം ഫേമസ് ആയിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എടപ്പള്ളി, കരുനാഗപ്പള്ളി തുടങ്ങിയ പലയിടത്തും ഈ പള്ളി എന്ന് പറയുന്ന വാക്ക് അതുമായിട്ട് ചേർന്ന് വരാറുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ പലയിടത്തും. സോ നമുക്ക് നെക്സ്റ്റ് ഒരു ചോദ്യം, അപ്പോൾ പേജ് നമ്പർ എല്ലാവരും 32 എടുത്തോളൂ. How did Buddha responded to the socio-economic conditions that prevailed in the 6th century BC? Discuss. അല്ലേ, അപ്പോൾ എങ്ങനെയാണ് ബുദ്ധ അന്നുണ്ടായിരുന്ന സോഷ്യൽ ആൻഡ് എക്കോണമിക് ആയിട്ടുള്ള സമൂഹത്തിലും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്, അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിക്കുന്നത്. വേദിക് പ്രാക്ടീസുകൾ ഉണ്ടായിരുന്നു, വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നു, വുമൻ്റെ സ്റ്റാറ്റസിനെ പറ്റി പഠിച്ചു. അപ്പം ഇത് പഠിച്ചിട്ടില്ലാത്തവർക്ക് കഴിഞ്ഞ വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ വീണ്ടും ഒരു കാര്യം വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. And find out and list common ideas propounded by the Buddha and Mahavira. അല്ലേ, എന്തൊക്കെയായിരുന്നു രണ്ടു പേർക്കും ഉണ്ടായിരുന്ന കോമൺ ഐഡിയാസ്? അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലത്തെ വീഡിയോ പോയി നോക്കിക്കഴിഞ്ഞാൽ മഹാവീരൻ്റെയും ബുദ്ധൻ്റെയും ഐഡിയാസ് എന്തായിരുന്നു അവരിൽ കോമൺ ആയിട്ടുണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് കോമൺ ഐഡിയാസ് എഴുതുക. ഇതിൻ്റെ ആൻസർ കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ആൻസർ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നമുക്ക് നോക്കാം. മെറ്റീരിയലിസം. എന്താണ് മെറ്റീരിയലിസം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇന്ത്യൻ culture since ancient times is the emergence and merger of different schools of thought. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു പ്രധാന ഇന്ത്യയുടെ സംസ്കാരത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേകത, അന്നത്തെ കാലത്ത് പുതിയ ടൈപ്പ് ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിൽ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. അതിനെയാണ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സെവറൽ സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പഠനങ്ങളും കാര്യങ്ങളും വന്നു. വെയർ ഫോംഡ് ഇൻ ദ 6th century. അതിലൊന്നാണ് മെറ്റീരിയലിസം. എന്താണ് മെറ്റീരിയലിസം എന്ന് നമുക്ക് പഠിക്കാം. അജിത കേശഗംബാലിൻ വാസ് ദ പ്രൊമുൽഗേറ്റർ ഓഫ് ദി സ്കൂൾ ഓഫ് തോട്ട്. അപ്പോൾ എന്താണ് ഈ പ്രൊമുൽഗേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം പരസ്യപ്പെടുത്തുകയോ വിളംബരം ചെയ്യുന്ന ആൾക്കാരെയാണ് പ്രൊമുൽഗേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അജിത കേശഗംബാലിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കാര്യം ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവരുന്നത്, പ്രചരിപ്പിച്ചത്. ഹി വാസ് എ കണ്ടംപററി ഓഫ് ബുദ്ധ. അല്ലെ, കണ്ടംപററി എന്ന് വെച്ചാൽ എന്താണ്, ഒരേ കാലത്ത് ജനിച്ച ആളെയാണ് കണ്ടംപററി. അപ്പോൾ ബുദ്ധ ഉള്ള സമയത്ത് തന്നെ അജിത കേശഗംബാലിൻ ഉണ്ടായിരുന്നു. ദ മെറ്റീരിയൽസ് ഒപ്പൈൻഡ് ദാറ്റ് ഓൾ റിലീജിയസ് പ്രാക്ടീസസ് ആർ മീനിങ്ലെസ് ആൻഡ് ദർ ഈസ് നെയ്തർ ഇഹലോക ഓർ പരലോക. അല്ലേ, അപ്പോൾ ഇവർ പറയുന്നത് കുറേ കൂടെ റിയാലിറ്റിയെ യാഥാർത്ഥ്യത്തെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതിനൊന്നും ഒരു അർത്ഥമില്ല. ദർ ഈസ് എന്താണ് ഇഹലോക എന്ന് വെച്ചാൽ ഈ വേൾഡ് എന്നോ അല്ലെങ്കിൽ മറ്റൊരു ലോകമുണ്ടെന്നോ പരലോകമെന്നോ എന്നൊന്നുമില്ല. മെറ്റീരിയൽ സെഡ് ഹ്യൂമൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 4 elements. വെൻ ദേ ഡൈ ദെയർ സോളിഡ് മാറ്റർ ഡിസോൾവ്സ് ഇൻ എർത്ത്, ലിക്വിഡിറ്റി ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഹീറ്റ് ഇൻ ഫയർ, ബ്രീത്ത് ഇൻ എയർ ആൻഡ് സെൻസസ് ഇൻ വാക്വം. അല്ലേ, നമ്മളുണ്ടാക്കിയിരിക്കുന്നത് 4 എലമെൻറ്റുകൾ കൊണ്ടാണ്. അല്ലേ, എയർ, വാട്ടർ, ഫയർ അല്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഭൂമിയിൽ തന്നെ അങ്ങ് പോവും. സോളിഡായിട്ടുള്ളത് ഭൂമിയിൽ അങ്ങ് മണ്ണിൻ്റെ കൂടെ അങ്ങ് പോവും. അതുപോലെ ലിക്വിഡായിട്ടുള്ള വെള്ളത്തിൻ്റെ കൂടെ ഡിസോൾവ് ആവും. ആൻഡ് ഹീറ്റ്, നമ്മളെ കത്തിക്കുന്ന സമയത്തുള്ള ആ ഒരു ഹീറ്റ് അല്ലെങ്കിൽ ബോഡിയിലുണ്ടാകുന്ന ഒരു ഹീറ്റ് ഫയറിൻ്റെ കൂടെ അങ്ങ് പോവും. പിന്നെ ശ്വാസം അത് എയറിലാവും. പിന്നെ നമ്മുടെ സെൻസസ്, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതും തുടങ്ങിയ കാര്യങ്ങളും തൊട്ടാൽ അറിയാൻ പറ്റുന്നതും ഇങ്ങനത്തെയൊക്കെ പല സെൻസുകളും ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു ശൂന്യതയിൽ വാക്യത്തിലേക്ക് പോകും. അപ്പോൾ ഇതൊരു മെറ്റീരിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ടഫായിട്ടൊന്നും ചിന്തിക്കത്തില്ല. അവർ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കൂടെയാണ് ഈ മെറ്റീരിയലിസ്റ്റുകളുടെ ചിന്താഗതി. അപ്പോൾ ഇവിടുത്തെ ചോദ്യം തന്നെ, എന്താണ് മെറ്റീരിയലിസ്റ്റുകൾ? അതിൻ്റെ ഉത്തരം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ദെയർ ഈസ് ഇൻ ദ വേൾഡ് ആൻഡ് ഇൻ അസ് ഇൻ മെറ്റീരിയൽ ആൻഡ് ദെയർ ഈസ് നത്തിങ് ഇമ്മെറ്റീരിയൽ. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ലോകത്തുള്ളതും നമ്മുടെ ബോഡിക്കകത്തും ഉള്ളതൊക്കെ ഒരു മെറ്റീരിയലാണ്. അതാണ് അതിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ സാധനങ്ങളും ഒരു മെറ്റീരിയലാണ് അല്ലേ. അതിൽ ഇപ്പം 4 എലമെൻറ്റുകളെ പറഞ്ഞില്ലേ, വെള്ളമായാലും എയർ ആയാലും ഹീറ്റ് ആയാലും ഫയർ ആയാലും ഇതൊക്കെ ഓരോ മെറ്റീരിയൽസാണ്.
അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്. സോ ഇനി അതിൻ്റെ കൂടെ തന്നെ അടുത്തൊരു ചോദ്യമുണ്ട്. പ്രിപ്പയർ എ വിർച്വൽ ടൂർ റിപ്പോർട്ട് ഇൻക്ലൂഡിങ് ദ പ്ലേസസ് കണക്റ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് റിലീജിയൻസ്. സോ നിങ്ങൾക്കത് സ്കൂളിൽ എന്തായാലും ഈ ഒരു ടോപ്പിക്ക് ചെയ്യുമായിരിക്കാം. ആ ടൈമിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കാര്യം ഈ ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾക്കത് ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് തന്നാൽ ഞാൻ ഉറപ്പായിട്ടത് ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത് ഇടാത്തത്. ബട്ട് എനിവേ എൻഡ് ഓഫ് ദ വീഡിയോയിൽ ഞാനത് നമ്മൾ മൊത്തം ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഞാനത് ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മഹാജനപാദാസ് അല്ലെങ്കിൽ ഏർലി സ്റ്റേറ്റ്സ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമ്മൾ കുറേ ഐഡിയാസിനെ പറ്റി പഠിച്ചു അല്ലേ. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗമാണ് ഏർലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ മഹാജനപാത എന്താണെന്ന് നമുക്ക് നോക്കാം. ആസ് ലോങ് ആസ് സച്ച് ഡിസിഷൻസ് ആർ ടേക്കൺ ടുഗെദർ ആഫ്റ്റർ ഡിസ്കഷൻ, ആസ് ലോങ് ആസ് ദേ വർക്ക് ടുഗെദർ, as long as elders are respected, supported and listened to carefully, as long as the women of Vaji live freely, as long as the places of worship in villages and cities exist, as long as people of different faiths can move freely, as long as they are respected, Vaji will exist. അപ്പോൾ വാജി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മഹാജനപാതയാണ്. അപ്പം ഒരുപാട് മഹാജനപാതകളുണ്ട്. എന്ന് പറഞ്ഞാൽ മഹാജനപാത എന്ന് വെച്ചാൽ ഒരു 16 കിങ്ഡത്തിന്, പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന 16 സാമ്രാജ്യങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് മഹാജനപാത. അതിലൊന്നാണ് വാജി. അപ്പോൾ ഇവിടെ വാജിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതാണ് അവിടെ ചോദിക്കുന്ന അടുത്ത ചോദ്യം. ഞാനപ്പോൾ ഈ ബോക്സിനകത്തുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എങ്ങനെയായിരിക്കും? ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. വാട്ട് ദ Buddha said about Vaji, Mahajanavada, is the Diga Nigaya, a Buddha work composed 2300 years ago. അപ്പം ദിഗനഗയെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ദിഗനഗയയിൽ ബുദ്ധ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബുദ്ധൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതാണ് അടുത്ത ചോദ്യം. വാട്ട് വി ക്യാൻ ലേൺ ഫ്രം ദിസ് അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് വാജി അറ്റ് ദാറ്റ് ടൈം. അന്നത്തെ ഭരണരീതി എങ്ങനെയായിരുന്നു വാജിയിൽ. അപ്പം ഞാൻ ഈ 5 പോയിൻറ്റ്സിന് ഉത്തരവും അതുപോലെ മേളിലുള്ള കാര്യവും ഒരുമിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ആദ്യത്തേത് എന്താണ്? ഡിസ്കഷൻസ് വെയർ ടേക്കൺ ജോയിൻലി ത്രൂ ഡിസ്കഷൻസ് അല്ലേ. അപ്പോൾ ഡിസിഷൻ തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണ്? ഡിസ്കഷൻ വഴിയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. ആ കാലത്ത് എൽഡേഴ്സിനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ പ്ലേസസ് ഓഫ് വർഷിപ്പ് ഇൻ വില്ലേജസ് ആൻഡ് സിറ്റീസ് എക്സിസ്റ്റഡ് അല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? വർഷിപ്പ് ചെയ്യാൻ, ആരാധിക്കാൻ, അതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ വില്ലേജുകളിലും സിറ്റിയിലും ഒക്കെ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. അതുപോലെ അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ കാലത്തെ വാജിയിലെ വുമണിന് അവർക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അവർ ഫ്രീ ആയിട്ടാണ് ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ലായിരുന്നു. ആൻഡ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഫെയ്ത്ത്സ് ക്യാൻ മൂവ് ഫ്രീലി അല്ലേ. ഏത് വിശ്വാസത്തിൽ നിങ്ങൾ ജീവിച്ചോ നിങ്ങൾക്ക് എങ്ങനെ വേണോ സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള അവകാശമുണ്ട്. അപ്പം ഈ ഒരു കാര്യമാണ് നമ്മുടെ ദിഗനഗയ എന്ന് പറയുന്ന ബുദ്ധൻ്റെ വർക്കിൽ നിന്നും നമുക്ക് ആ ഒരു വാജി എന്ന് പറയുന്ന ആ ഒരു കിങ്ഡത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമ്മൾ വാജിയെ പറ്റി കുറച്ചുകൂടെ പഠിക്കും. എന്താണെന്ന് നോക്കിയോ. വാജി വാസ് വൺ ഓഫ് ദ മെനി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഇൻ ദ 6th century BC. അപ്പം ആറാം നൂറ്റാണ്ടിലെ BC-യിലുള്ള ഒരു വൺ ഓഫ് ദ മെനി സ്റ്റേറ്റ്സ് ആണ്. കുറേ സ്റ്റേറ്റ്സിൽ ഒരെണ്ണമാണ് വാജി. അപ്പോൾ ലെറ്റസ് എക്സാമിൻ ഹൗ ദി സ്റ്റേറ്റ്സ്, എങ്ങനെ ഈ സ്റ്റേറ്റ് ഫോമായി നോക്കാം. ട്രൈബൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ദ വേദിക് പീരീഡ്. ഇപ്പം വേദിക് പീരീഡിൽ എന്തായിരുന്നു? നമ്മൾ വേദിക് പീരീഡ് പഠിച്ചായിരുന്നു അല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ. വേദിക് പീരീഡ്, ലേറ്റർ വേദിക് പീരീഡ്. അപ്പോൾ ആ വേദിക് കാലഘട്ടത്തിൽ എങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് ഉണ്ടായിരുന്നത്? ട്രൈബൽ, ഒരു ആദിവാസി ടൈപ്പ് സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. ട്രൈബ്സ് ഓഫ് ദ പീരീഡ് വെയർ നോൺ ആസ് ജന. അപ്പോൾ അന്നത്തെ ട്രൈബുകളെ വിളിക്കുന്ന, ആദിവാസി കൂട്ടത്തിലെ ഓരോ ട്രൈബുകളെയും വിളിക്കുന്ന പേരെന്താണ്? ജന എന്ന് വിളിക്കും. As agriculture became widespread, these tribal communities began to settle down permanently in different places. അങ്ങനെ അഗ്രികൾച്ചർ എല്ലായിടത്തും വ്യാപിച്ചതോടെ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റീസും എന്ത് ചെയ്യാൻ തുടങ്ങി? പെർമനൻ്റ് ആയിട്ട് ഒരിടത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി, അതും പല പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ ഇവരെ മൊത്തത്തിൽ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജനപാദാസ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജനപാത എന്ന് വെച്ചാൽ എന്താണ്? പ്ലേസസ് വെയർ പീപ്പിൾ വെയർ സെറ്റിൽഡ്. അവർ
സെറ്റിലായിട്ട് താമസിക്കുക ഒരിടത്ത് തന്നെ. ഫോറസ്റ്റ് വെയർ ബേൺ ഡൗൺ ടു ഫാം ലാൻഡ്സ് ആൻഡ് റെസിഡൻഷ്യൽ ഏരിയാസ്. ഫോറസ്റ്റ് മുഴുവൻ കത്തിച്ചിട്ട് അവരെന്ത് ചെയ്യും, ഫാം ലാൻഡുകൾ ഉണ്ടാക്കും അഗ്രികൾച്ചർ ആവശ്യത്തിന് വേണ്ടിയിട്ട്, തൊഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ റെസിഡൻഷ്യൽ ഏരിയ എന്ന് വെച്ചാൽ ആൾ താമസത്തിനുള്ള വീടുകൾ വയ്ക്കുക. അങ്ങനെ ഈ ഒരു ആൾക്കാർ മുഴുവൻ അവിടെ പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്യുകയും അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഒരു ജനപാത എന്ന് പറഞ്ഞ് ഒരു രൂപീകരിക്കുന്നത്, ഫോം ആവുന്നത്. ലേറ്റർ വേദാസ് റെഫർ ടു വേരിയസ് ജനപാതാസ്. പിന്നെ നമുക്ക് കുറേ ജനപാതകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അടുത്ത പോയിന്റ് എന്താ, അഗ്രികൾച്ചറൽ സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ ജനപാതാസ് ലെറ്റ് ടു ഗ്രോത്ത് ഓഫ് ട്രേഡ് ആസ് വെൽ ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺസ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ, സർപ്ലസ് എന്ന് വെച്ചാൽ അധികം സാധനങ്ങൾ ഇവർ ഉണ്ടാക്കാൻ തുടങ്ങുകയും അങ്ങനെ ജനപാതകളിൽ ഒരുപാട് സാധനങ്ങൾ വന്നതോടെ ഈ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പോരല്ലോ, ഇതിനെ നമുക്ക് എന്തും ചെയ്യണം, ട്രേഡ് നടത്തണം അല്ലേ, എന്ത് ചെയ്യണം, കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് ട്രേഡ് വലുതായി. അതിൻ്റെ ഭാഗമായിട്ട് ട്രേഡ് ചെയ്ത് ഒരുപാട് ടൗണുകൾ അവിടെ ഉണ്ടായി മാറി. വില്ലേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് മാറി ടൗണുകൾ വന്നു തുടങ്ങി. എലോങ് വിത്ത് ട്രേഡ് ടൗൺസ് ബിക്കെയിം മാനുഫാക്ചറിങ് സെൻറ്റേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഈ ടൗൺ വന്നതോടെ തന്നെ എന്ത് സംഭവിച്ചു, പല ക്രാഫ്റ്റ് വർക്കുകളിലുള്ളത്, വീവിങ് ആയാലും അതുപോലെ പോട്രി ആയാലും, ഇങ്ങനെ പല ഒക്കുപ്പേഷണൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഈ ടൗണിലിരുന്ന സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള മാനുഫാക്ചറിങ് സെൻറ്ററുകളായിട്ട് മാറി. Some regulations became necessary to coordinate and regulate such diverse economic activities. In this situation, the tribal form of governance disappeared. അല്ലേ, അപ്പം സം റെഗുലേഷൻസ്, ഇതിനകത്തൊക്കെ നമുക്ക് കുറച്ച് റെഗുലേഷൻസ് കൊണ്ടുവരണം. ഒരു റെഗുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വീട്ടിൽ ഫാനുണ്ട്, ഫാനിന് നമ്മൾ റെഗുലേറ്റർ എന്താ ചെയ്യുന്നത്, ഫാനിനെ കൺട്രോൾ ചെയ്യും. ഇവിടെ അത് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് നമുക്കൊരു കുറച്ച് കൺട്രോൾ കൊണ്ടുവരുത്തണം. എന്തിനു വേണ്ടിയിട്ട്, കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ് സച്ച് ഡൈവേഴ്സ് എക്കോണമിക് ആക്ടിവിറ്റീസ്. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, ഒരുപാട് ജോലികൾ, വീവിങ്, പോട്ടറി, അതുപോലെ ഇവിടെ നമ്മൾ പഠിക്കുന്ന ട്രേഡ് തുടങ്ങിയതെല്ലാം നടക്കുമ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോകണം. ഇതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഇതിനൊക്കെ വേണ്ടി പല റെഗുലേഷൻസ്, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇൻ ദിസ് സിറ്റുവേഷൻ ട്രൈബൽ ഫോം ഓഫ് ഗവർണൻസ് ഡിസപ്പിയർഡ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴേക്കും പണ്ടുണ്ടായിരുന്ന ആദിവാസികളുടെ ഒരു ഭരണരീതിയൊക്കെ മാറി കുറച്ചുകൂടെ എന്തായി, വേറൊരു തലത്തിലേക്ക് ഭരണം എത്തിത്തുടങ്ങി. അതൊക്കെ എന്താണെന്ന് നമ്മൾ പഠിക്കാം. ദ ഇൻഎക്സ്ട്രിക്കബിൾ റിലേഷൻഷിപ്പ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് ദ സോയിൽ സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദിസ് ടൈം. അല്ലെ, എക്സ്ട്രിക്കബിൾ എന്ന് വെച്ചാൽ എന്താണ്, ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ്. നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്ത് കളയാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്തൊരു റിലേഷൻ അഗ്രികൾച്ചറും അതുപോലെ സോയിലുമായിട്ട്. അതായത് മനുഷ്യർ കൂടുതൽ അഗ്രികൾച്ചർ ചെയ്തു തുടങ്ങി, മണ്ണിൽ ചെയ്യുന്ന ജോലികളൊക്കെ അവരൊരുപാട് അടുത്ത് ചെയ്യുന്ന ഒരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ദിസ് ഗേവ് റൈസ് ടു ദ വ്യൂ ഓഫ് വൺസ് ഓൺ ലാൻഡ്. അപ്പോൾ മണ്ണിനെ അത്രയും സ്നേഹിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഭൂമി വേണ്ടേ, അതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഒരു പുതിയ വ്യൂ വന്നു, നമ്മുടെ സ്വന്തം മണ്ണ്. ദിസ് ഈസ് ഹൗ സ്റ്റേറ്റ് ഫോർമേഷൻ ബിക്കെയിം എ റിയാലിറ്റി. അല്ലേ, ഇങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് മണ്ണ് വേണം എന്ന് തോന്നുമ്പോൾ അതൊരു എന്തായി മാറുകയാണ്, പയ്യെ ഒരു സ്റ്റേറ്റായിട്ട് മാറുകയാണ്. നമുക്കൊരു 10 പേർക്ക് നമുക്ക് മണ്ണ് വേണം, നമ്മളൊരു 100 പേരായി, 200 പേരെല്ലാവരും കൂടെ ചേർന്നൊരു സ്റ്റേറ്റായിട്ട് അങ്ങ് മാറി. അപ്പോൾ അതുപോലെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നത് ഒരു ആദിവാസി ട്രൈബൽ ഗ്രൂപ്പിൽ നിന്നും മാറി നമ്മളൊരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വളരുകയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതാണ് ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഈ പാഠത്തിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. The Buddhist work Anguttara Nikaya speaks of 16 political entities that came into being. In this way they were known as Mahajanapadas. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിസ്റ്റിൻ്റെ ഒരു വർക്കായ അങ്കുട്ടാര നികയ, നമ്മൾ നേരത്തെ വേറൊരു കാര്യവും കൂടെ പഠിച്ചല്ലോ, ഏതാത്, ദിഗനികയ പോലെ തന്നെ മറ്റൊരു വർക്കാണ് അങ്കുട്ടാര നികയ. ഇതിനകത്ത് 16 പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ്. എന്താണ് എൻറ്റിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾ, അതായത് പുതിയ സ്റ്റേറ്റ്സ് പോലെ വന്നു, 16 എണ്ണം വന്നു. ഇതിനെ മൊത്തത്തിലാണ് മഹാജനപാത എന്ന് വിളിക്കുന്നത്. അതിലൊന്നാണ് വാജി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. സോ ദ ചേഞ്ചസ് ഡിസ്ക്രൈബ്ഡ് അബവ് ആർ റെഫേർഡ് ടു എ സെക്കൻഡ് അർബനൈസേഷൻ. അപ്പോൾ ഒരു ഫസ്റ്റ് അർബനൈസേഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യമായിട്ടൊരു സിറ്റി ഉണ്ടാകുന്ന രീതിയൊക്കെ എങ്ങനെയാണ്. ഇതൊരു സെക്കൻഡ് അർബനൈസേഷനാണ്, അതായത് കുറേ കൂടെ ഒരു ഭരണരീതികൾ മാറ്റവും പുതിയ ട്രേഡ് രീതികളും അതൊക്കെയാണ് ഒരു സെക്കൻഡ് അർബനൈസേഷൻ എന്നിവിടെ വിളിക്കാനുള്ള കാരണം. അപ്പോൾ ഇവിടെ ഒരു മാപ്പുണ്ട്. മാപ്പിനകത്ത് നിങ്ങൾക്ക് 16 മഹാജനപാതകളുണ്ട്. ഈ 16 മഹാജനപാതകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പം നിങ്ങൾ ഈ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സിന്ധു റിവർ, യമുന, ഗംഗ, ഈ 3 നദി
മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം 16 മഹാജനപാതയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ആൻസർ എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എഴുതി എടുക്കാം. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ളത് ഏതൊക്കെയാണെന്ന് വായിച്ച് മനസ്സിലാക്കുക. നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദ മഹാജനപാതാസ്. എങ്ങനെയായിരുന്നു മഹാജനപാതകളിലുണ്ടായിരുന്ന ഒരു ഭരണരീതി? കണ്ടംപററി വർക്ക്സ് പ്രൊവൈഡ് സം ഇൻഫർമേഷൻ അബൌട്ട് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് ഓഫ് ദ മഹാജനപാതാസ്. അപ്പോൾ എന്താണ് ഈ കണ്ടംപററി എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ തന്നെ ആ വാക്ക് പറഞ്ഞായിരുന്നു അല്ലേ, ഒരേ കാലത്തുണ്ടായിരുന്ന കുറേ വർക്ക് എന്ന് വെച്ചാൽ ആ കാലത്തുണ്ടായിരുന്ന വർക്കുകളിൽ നിന്നുമൊക്കെ നമുക്ക് മഹാജനപാതയിൽ എങ്ങനെയായിരുന്നു ഭരണം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത്. ആൻ എഫിഷ്യൻറ്റ് സിസ്റ്റം ഓഫ് ടാക്സ് കളക്ഷൻ ആൻഡ് എ സ്റ്റാൻഡിങ് ആർമി ഡെവലപ്ഡ് ഡ്യൂറിങ് ദിസ് ടൈം. ഇപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുമായിരുന്നു, നികുതി ആൾക്കാരിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റാൻഡിങ് ആർമി അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു ആർമി ഉണ്ടായിരുന്നു ആ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇടപെടാനായിട്ട്. ദ വേർഡ് ബലി ഫൗണ്ട് ഇൻ പാലി ടെക്സ്റ്റ് മീൻസ് ടാക്സ് ആൻഡ് ബാഗ വാസ് അനദർ ടൈപ്പ് ഓഫ് ടാക്സ് അല്ലേ. അപ്പോൾ ഗ്രെയിൻസ് ആൻഡ് കാറ്റിൽ വെയർ മെയിൻലി പെയ്ഡ് ആസ് ടാക്സ്. അപ്പോൾ ബലി എന്നും ബാഗ എന്നും പറയുന്ന 2 ടൈപ്പ് ടാക്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ബലി എന്താണ്? ബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു ടാക്സാണ് ബലി എന്ന് പറയുന്നത്. ബാഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനായിട്ടാണ് നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കൃഷി ചെയ്ത് അതിൽ നിന്ന് ലാഭം കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിന് ഈ 2 ടാക്സ് ഇവർ എന്തൊക്കെയായിട്ടാണ് കളക്ട് ചെയ്യുന്നത്? ഗ്രെയിൻസ്, ധാന്യങ്ങൾ ഇവർ വന്നെടുക്കും. അതുപോലെ കാറ്റിൽ, പശുവർഗ്ഗങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കന്നുകാലി വർഗ്ഗത്തിനെയൊക്കെ നമുക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കാം. അന്ന് കറൻസി ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് രീതി. ദോസ് ഹു ലിവ്ഡ് ഇൻ ദ ഫോറസ്റ്റ് പെയ്ഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ടാക്സസ്. ഫോറസ്റ്റിൽ ജീവിക്കുന്നവർ ഫോറസ്റ്റിൽ നിന്നും കിട്ടുന്ന സാധനങ്ങളും അവരുണ്ടാക്കുന്ന സാധനങ്ങളും ടാക്സ് ആയിട്ട് കൊടുക്കണം. വൈൽ ആർട്ടിസൻസ് വർക്ക് ഫോർ ദ കിങ് ഓൺ ഫിക്സഡ് ഡേയ്സ്. പക്ഷേ ആർട്ടിഷ്യൻസ് അല്ലേ എന്ന് വെച്ചാൽ എന്താണ് ആർട്ടിസൻസ് എന്ന് വെച്ചാൽ നമ്മുടെ കലാപരമായിട്ട് പടം വരപ്പുകാർ തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്യും, കിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന ഫിക്സഡ് ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇന്ന ദിവസങ്ങളിലൊക്കെ വന്ന് വർക്ക് ചെയ്തിരിക്കണം. അങ്ങനെയാണ് അവർ ടാക്സ് അടച്ചുകൊണ്ടിരുന്നത്. ദെയർ വെയർ മെനി ഒഫീഷ്യൽസ് ഫോർ ക്യാരിയിങ് ഔട്ട് അഡ്മിനിസ്ട്രേഷൻസ് അല്ലേ. അപ്പോൾ അന്നത്തെ ഭരണം ചെയ്യാൻ വേണ്ടിയിട്ട് പല ഒഫീഷ്യൽസിനെ നിയമിച്ചിട്ടുണ്ട്. ദ വർക്ക് സതവത ബ്രാഹ്മണ മെൻഷൻസ് സേനാനി പുരോഹിത ഗ്രാമാണി ഹു അസിസ്റ്റഡ് ദ കിങ്. അപ്പം നമ്മുടെ സതവത ബ്രാഹ്മണ എന്ന് പറയുന്ന വർക്കിനകത്ത് പറയുന്നുണ്ട് അന്നത്തെ കാലത്ത് സേനാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫൈറ്റർ അല്ലെങ്കിൽ ആർമിയിലൊക്കെ ഉള്ള ആൾ. പുരോഹിത എന്ന് വെച്ചാൽ പ്രീസ്റ്റ്, പൂജാരി. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഗ്രാമാണി എന്ന് വെച്ചാൽ ഗ്രാമം, അറിയാലോ, വില്ലേജർ. അപ്പോൾ ഇവർ 3 പേരും കിങ്ങിനെ അസിസ്റ്റ് ചെയ്യും, സഹായിക്കും ഭരണത്തിന്. ഇനി മഹാജനപാതാസ് ഹാഡ് ഫോർട്ട്സ് ആൻഡ് ക്യാപിറ്റൽ സിറ്റീസ്. ഇതുപോലെ മഹാജനപാതകൾക്ക് എന്തുണ്ടായിരുന്നു, കോട്ടകളുണ്ടായിരുന്നു. അതുപോലെ ക്യാപിറ്റൽ സിറ്റികൾക്കൊക്കെ എന്താണ് ഒരു ക്യാപിറ്റൽ, തലസ്ഥാനം എന്നൊക്കെ ഉള്ള രീതിയിൽ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, ക്യാപിറ്റൽ ഓഫ് വത്സ മഹാജനപാത വാളറ്റ് കൗസാംബി എന്ന് പറയുന്ന സ്ഥലത്തൊരു വാളാണ്. അപ്പോൾ അതൊരു ക്യാപിറ്റലായിരുന്നു, വത്സ മഹാജനപാതയിലെ ക്യാപിറ്റലായിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് ചോദ്യമുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് ഡിസ്കസ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഫ്രം എ ട്രൈബൽ പൊളിറ്റിക്കൽ സിസ്റ്റം ടു മഹാജനപാതാസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ അതിൻ്റെ ആൻസർ വായിച്ചിട്ട് പറഞ്ഞുതരാം. എന്താണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം? എങ്ങനെ ആ ഒരു ട്രൈബൽ പൊളിറ്റിക്കൽ സിസ്റ്റം പണ്ട് ആദിവാസി ഭരണ രീതിയിൽ നിന്നും മഹാജനപാതയിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മാറിയത്? അപ്പം മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഏർലി ട്രൈബൽ സൊസൈറ്റി ആൻഡ് സൊസൈറ്റി ഓഫ് ജനപാതാസ് ആൻഡ് മഹാജനപാത ഈസ് ദാറ്റ് പീപ്പിൾ നൗ ബിഗാൻ സോഷ്യൽ റിലേഷൻസ് അല്ലെ. ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാമൂഹിക ബന്ധം വന്നു തുടങ്ങി. ട്രൈബൽ പീപ്പിളിൽ അങ്ങനത്തെ ഒരു രീതിയിലല്ല അവർ ഭരണം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു രീതി ഇവിടെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് സ്വന്തം ഭൂമി എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. ഈ പോയിൻറ്റും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് എഴുതാത്തത്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ടോപ്പിക്, ദ റൈസ് ഓഫ് മഗധ. മഗധ എന്ന് പറയുന്ന ഒരു എംപയർ സാമ്രാജ്യം എങ്ങനെയാണ് വളർന്നു വന്നത്? 16 Mahajanapadas were constantly engaged in wars for dominance. Magadha was the ultimate winner. 16 മഹാജനപാതകളും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. എന്തിനു വേണ്ടി? ഡോമിനൻസ്, ആധിപത്യത്തിന് വേണ്ടിയിട്ട്. അവസാനം ആരാ ജയിച്ചത്? മഗധയാണ് വിന്നറായിട്ട് വന്നത്. ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് മഗധ ഫ്രം ദ മാപ്പ് 1. ഐഡൻറ്റിഫൈ ദ പ്രസൻറ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു വിച്ച് മഗധ ബിലോങ്. ഇപ്പോൾ മഗധ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്?
അതിൻ്റെ ഉത്തരം ബീഹാറാണ് കേട്ടോ. സോ അത് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫോൾ. നല്ല മഴ കിട്ടുന്ന നല്ല ബലഭൂഷ്ടിയുള്ള ഫെർട്ടൈലായിട്ടുള്ള സ്ഥലമാണ്. ദർ വെയർ ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ. അയണിൻ്റെ ഓറുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദ അയൺ നീഡഡ് ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ് വാസ് റെഡിലി അവൈലബിൾ. ഇന്നത്തെ കാലത്തായാലും നമ്മളൊക്കെ എല്ലാവർക്കും ഉള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പം അന്ന് അയൺ ഓർ തൊട്ടടുത്തുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അയണിൽ നിന്നും ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എലിഫൻറ്റ്സ് വെയർ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ വാർസ് ഇൻ ദോസ് ഡേയ്സ്. അന്നൊക്കെ എലിഫൻറ്റുകളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എലിഫൻറ്റ്സ് വെയർ അവൈലബിൾ ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് മഗധ. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, എലിഫൻ്റൊക്കെ അന്ന് ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് യുദ്ധങ്ങളിലൊക്കെ ഇവർക്ക് എലിഫൻസിനെ ഒരുപാട് ഉപയോഗിക്കാം. കാര്യം മഗധയിലെ ഫോറസ്റ്റിൽ തന്നെ ഒരുപാട് നമ്പർ ഓഫ് എലിഫൻ്റ് ഉണ്ടായിരുന്നു. ദിസ് എൻഷ്യൂർഡ് മഗധൻ വിക്ടറി ഇൻ ബാറ്റിൽസ്. ഈ എലിഫൻറ്റിൻ്റെ പവറാണ് മഗധൻസ് അല്ലെങ്കിൽ മഗധയ്ക്ക് വിക്ടറി എപ്പോഴും നേടിക്കൊടുക്കുന്നത്. ദ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് പ്രൊവൈഡ് ഈസി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഗംഗയുടെ നദീതീരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർക്ക് ഗുഡ്സൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. മഗധ ഓൾസോ ഹാഡ് എഫിഷ്യൻറ്റ് റൂളേഴ്സ് ലൈക്ക് ബിംബിസാര ആൻഡ് അജതശത്രു. ഞാൻ അതിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് ഏറ്റവും മഗധയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബിംബിസാരയും അജതശത്രു എന്ന് പറയുന്ന രണ്ട് ബെസ്റ്റ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഡൈനാസ്റ്റീസ് ആൻഡ് പ്രോമിനൻറ്റ് കിങ്സ് ഓഫ് മഗധ കണ്ടില്ലേ? ഹരിയാങ്ക ഡൈനാസ്റ്റി, അവിടെയാണ് ബിംബിസാരയും അജതശത്രു ഉണ്ടായിരുന്നത്. ശിശുനാഗ ഡൈനാസ്റ്റി, ശിശുനാഗ എന്ന് പറയുന്ന വ്യക്തി. നന്ദ ഡൈനാസ്റ്റിയിലാണ് പത്മാനന്ദ എന്ന് പറയുന്ന വ്യക്തി ഉള്ളായിരുന്നു. അപ്പോൾ ഇത്ര ആൾക്കാരായിരുന്നു അവിടുത്തെ മെയിനായിട്ടുള്ള റൂളേഴ്സും ഡൈനാസ്റ്റിയും. സോ ഡു യു തിങ്ക് ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വെയർ ദ മെയിൻ റീസൺസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് മഗധ? അപ്പം മഗധ വളരാനായിട്ടുള്ള മെയിൻ കാരണം ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിരുന്നോ എന്നാണ് ചോദ്യം. ആക്ച്വലി അതൊരു വലിയൊരു റീസൺ തന്നെയാണ്. കാര്യം ഫെർട്ടൈൽ സോയിലാണ്, നല്ല ബലഭൂഷ്ടി ഉണ്ടായിരുന്നു, അവർക്ക് റെയിൻഫോൾ ഉണ്ടായിരുന്നു. ഇതിന് ചുറ്റും ഗംഗാ നദിയും നദിയുടെ തീരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ നദിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ എനിമീസിന് വന്നിട്ട് പെട്ടെന്ന് മഗധയെ പിടിച്ചെടുക്കാനും പാടാണ്. അതുപോലെ തന്നെ ഇവർക്ക് എലിഫൻറ്റ് ഉള്ളതുകൊണ്ട് വാറിൽ ഗുണം ചെയ്തു. പിന്നെ അയൺ ഓർ അവർക്കൊരു ഗുണം ചെയ്തു. അപ്പോൾ ഈ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ മഗധയെ എല്ലാ ബാറ്റിലും വിജയിപ്പിക്കാനായിട്ട് അവസരമുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരു പ്രധാന കിങ്ഡം, അതായത് നമുക്ക് നോക്കാം. ഫ്രം മഗധ ടു മൗര്യ കിങ്ഡം. മഗധയിൽ നിന്നും മൗര്യ, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കിങ്ഡത്തിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മഗധ വാസ് റൂൾഡ് ബൈ വേരിയസ് ഡൈനാസ്റ്റി. ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റഡ് ധനാനന്ദ, the last ruler of Nanda dynasty in 321 BCE and founded the Maurya kingdom. അപ്പോൾ മഗധ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിന് പല ഡൈനാസ്റ്റികളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രഗുപ്ത മൗര്യയാണ് ഈ ഏറ്റവും അവസാനം നന്ദ ഡൈനാസ്റ്റി ഭരിച്ചിരുന്ന ധനനന്ദ എന്ന് പറയുന്ന വ്യക്തിയെ എന്ത് ചെയ്യുന്നത്? വധിക്കുന്നത്, തോൽപ്പിക്കുന്നത്. അതിനുശേഷം മൗര്യ കിങ്ഡം ആ ഒരു കാലഘട്ടത്ത് വരികയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് എ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി. അപ്പോൾ ഈ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? അന്നത്തെ മൗര്യ കിങ്ഡത്തിലെ ക്യാപിറ്റലായ പട്ടാലിപുത്ര എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം നമ്മളിനി മഗധ വിട്ടു, ഇനി നമ്മൾ മൗര്യയിലോട്ടാണ് വരുന്നത്. സോ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, എബോവ് ഇസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗ്രീക്ക് എൻവോയ്, തൊട്ട് താഴെയാണ്, ആ പച്ച ബോക്സിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ ഇപ്പോൾ വായിക്കുന്നത്. എബോവ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഗ്രീക്ക് എൻവോയ് മെഗസ്തനീസ് എബൌട്ട് ദ സിറ്റി ഓഫ് പട്ടാലിപുത്ര, ദ ക്യാപിറ്റൽ ഓഫ് മൗര്യ കിങ്ഡം. അപ്പം മൗര്യ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലായ പട്ടാലിപുത്രയെ പറ്റിയിട്ട് മെഗസ്തനീസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് എൻവോയ് എന്ന് വെച്ചാൽ എന്താണ്? മെസ്സഞ്ചർ. അപ്പോൾ പുള്ളിക്കാരൻ അന്ന് വന്നിട്ട് ഈ ഒരു മൗര്യ കിങ്ഡത്തിനെ കണ്ടിട്ട് പറയുകയാണ് എന്താണ്? ദിസ് ഈസ് എ ബിഗ് ബ്യൂട്ടിഫുൾ സിറ്റി, വളരെ മനോഹരമായ സിറ്റിയാണ്. ദർ ഇസ് എ ബിഗ് വാൾ സറൗണ്ടിങ് ദ സിറ്റി. സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചുറ്റും അതിലുണ്ട്, വലിയ വാളാണ്. ഇറ്റ് ഹാസ് 64 എൻട്രൻസ് ഗേറ്റ്സ് ആൻഡ് മെനി ടവേഴ്സ്. 64 രീതിയിൽ നമുക്ക് എന്താണ് ഗേറ്റുകളുണ്ട്, അതുവഴി നമുക്ക് കയറാൻ പറ്റും. ആൻഡ് ദ 2 and 3 storied ഹൗസസ് ആർ ബിൽട്ട് ഓഫ് വുഡ് ആൻഡ് മഡ് ബ്ലോക്സ്. മഡ് കൊണ്ടും ചെളി കൊണ്ടും അതുപോലെ തടി കൊണ്ടുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? 2 and 3 storied, അതായത് നിലകൾ. അന്നേ ഉണ്ട് 2-3 നിലകളൊക്കെ ഉള്ള വീടുകളൊക്കെ മൗര്യ എംപയറിലെ ഉണ്ടായിരുന്നു, കിങ്ഡത്തിലെ ഉണ്ടായിരുന്നു. ഏത് കാലമാണ്? 321 BCE, 321 ബിഫോർ കോമൺ എറയിലെ ഉണ്ടായിരുന്നു. കിങ്സ് പാലസ് ഈസ് ഓൾസോ മെയ്ഡ് ഓഫ് വുഡ്. കിങ്ങിൻ്റെ പാലസും കൊട്ടാരവും വുഡിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
സോ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രീക്ക് എൻവോയി മെഗസ്തനീസ് നമ്മുടെ പട്ടാലിപുത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ അത് പട്ന എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് കേട്ടോ. അപ്പോൾ പട്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ മൗര്യ കിങ്ഡം. ഇനി അർത്ഥശാസ്ത്ര റിട്ടൺ ബൈ കൗതില്യ, ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് എംപറർ അശോക ആൻഡ് കോയിൻസ് ഇൻ സർക്കുലേഷൻസ് അറ്റ് ദ ടൈം ഹെൽപ്പ് ഇൻ ദ സ്റ്റഡി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ മൗര്യൻ കിങ്ഡം. അപ്പോൾ കൗതില്യയുടെ അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷനാണ്. ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എഴുത്താണ്. അപ്പോൾ ഇപ്പം നമ്മൾ ബുക്കിലൊക്കെ ആണെങ്കിൽ മുമ്പ് നമ്മൾ എന്തിലായിരിക്കും, ഏതെങ്കിലും പേപ്പറസ് അറിയാമോ, നമ്മുടെ പേപ്പറൊക്കെ ഉണ്ടാക്കുന്ന ഇലകളിൽ എഴുതി വെക്കാറുണ്ട്. താളിയോല കേട്ടിട്ടില്ലേ, അതിലൊക്കെയാണ് നമ്മൾ സാധാരണ എഴുതി വെക്കുന്നത്. ഈ റൈറ്റ് സൈഡിലെ പിക്ചർ താളിയോലയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം കൗതില്യ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു ഡോക്യുമെൻ്റാണ് അർത്ഥശാസ്ത്ര. ഈ അർത്ഥശാസ്ത്രയിൽ നമ്മുടെ അശോകനെ പറ്റി പറയുന്നുണ്ട്, അശോക ചക്രവർത്തിയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന കോയിൻസൊക്കെ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ അന്നത്തെ ആൾക്കാർക്ക് മൗര്യ കിങ്ഡത്തെ പറ്റി കൂടുതൽ പഠിക്കാൻ പറ്റി. അപ്പം നമുക്ക് കോയിനകത്ത് എലിഫൻസിൻ്റെ പടം, അതുപോലെ പല അന്ന് ഉപയോഗിച്ചിരുന്ന മെയിനായിട്ടുള്ള ആ ഒരു സാമ്രാജ്യത്തിനെ മുന്നിൽ നിർത്തിയ പല കാര്യങ്ങളും കോയിൻസിൽ കൊത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഇനി അർത്ഥശാസ്ത്ര ആൻഡ് സപ്താംഗ തിയറി. എന്താണ് സപ്താംഗാസ് അല്ലെങ്കിൽ അർത്ഥശാസ്ത്ര എന്നുള്ളത് നോക്കിയോ. കൗതില്യാസ് അർത്ഥശാസ്ത്ര ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ മൗര്യ കിങ്ഡം. അപ്പോൾ അർത്ഥശാസ്ത്രയിൽ നമുക്ക് മൗര്യ കിങ്ഡത്തിനെ പറ്റിയാണ് അറിയാൻ പറ്റുന്നത്. ആർ ശ്യാമ ശാസ്ത്രി, ഹെഡ് ഓഫ് ആർക്കിയോളജിക്കൽ ലൈബ്രറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മൈസൂർ, ഗോട്ട് ദ മാനുസ്ക്രിപ്റ്റ് ഓഫ് അർത്ഥശാസ്ത്ര ഫ്രം എ സ്കോളർ ഇൻ തഞ്ചാവൂർ. അപ്പോൾ തഞ്ചാവൂരിലെ ഒരു പുരോഹിതനിൽ നിന്നുമാണ് നമ്മുടെ ആർ ശ്യാമശാസ്ത്രിക്ക് ഈ ഒരു അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന ഈ ഒരു എഴുത്ത് അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്, അതായത് ഇൻസ്ക്രിപ്ഷൻ, അതായത് എന്താ നമ്മുടെ താളിയോളയിലൊക്കെ കിട്ടുന്ന വർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന ഇതിനകത്തു നിന്നാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. എന്താണ് മെയിനായിട്ട് മനസ്സിലായത്? ഇൻ 1907 ശ്യാമശാസ്ത്രി പബ്ലിഷ്ഡ് ദിസ്. ദ വർക്ക് ഹാസ് 15 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ അർത്ഥശാസ്ത്രയ്ക്ക് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ അർത്ഥശാസ്ത്ര റെഫേഴ്സ് ദാറ്റ് എ കിങ്ഡം റെസ്റ്റ് ഓൺ 7 കമ്പോണൻസ് ഓർ സപ്താംഗാസ്. അപ്പോൾ അതാണ് സപ്താംഗാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമ്രാജ്യം നിലനിൽക്കുന്നത് 7 കാര്യങ്ങളിലാണ്, 7 സപ്താംഗങ്ങളിലാണ്. ഏതൊക്കെയാണ് 7 സപ്താംഗങ്ങൾ? സ്വാമി എന്ന് വെച്ചാൽ കിങ്ങിനെ പറയും. അമത്യ അതായത് മിനിസ്റ്റേഴ്സ്, മന്ത്രിമാർ. ജനപാത എന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡും പീപ്പിളും, ജനങ്ങൾ, നമ്മൾ. ദുർഗ, ഫോർട്ടിഫൈഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ, അതായത് ഫോർട്ട് എന്ന് വെച്ചാൽ കോട്ടകളും അതുപോലെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളായിരിക്കും. അപ്പോൾ എന്തെങ്കിലും യുദ്ധങ്ങൾ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇവിടുന്നായിരിക്കും ഒരു സൈന്യം പുറപ്പെടുന്നത്. ഇവിടെ കയറി അറ്റാക്ക് ചെയ്യാനും വളരെ പാടാണ്, കാര്യം ഇവിടെയൊക്കെ സുരക്ഷിതമായ ഏരിയകളാണ്. ഇനി കോശ എന്ന് വെച്ചാൽ എന്താണ്? ട്രഷറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഫിനാൻസ്, നമ്മുടെ വരുമാനം വരുന്നതെല്ലാം കളക്ട് ചെയ്യുന്നതാണ് കോശ. ദണ്ഡ എന്ന് വെച്ചാൽ എന്താണ്? ദണ്ഡ എന്ന് വെച്ചാൽ ജസ്റ്റിസ്, നീതി, നമ്മുടെ കോടതി. മിത്ര എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി കൺട്രീസ്, നമ്മുടെ കൂടെ സഖ്യമായിട്ട് നിൽക്കുന്ന കൺട്രികളെയാണ് എന്തെന്ന് പറയുന്നത്? മിത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സപ്താംഗയും. ഇതൊക്കെ അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് സപ്താംഗ തിയറി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ കിങ് അശോക, നെക്സ്റ്റ് പേജ്. കിങ് അശോക വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളർ ഓഫ് ദ മൗര്യ കിങ്ഡം. അപ്പോൾ മൗര്യ കിങ്ഡത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂളറായിരുന്നു അശോക രാജാവ്. ആഫ്റ്റർ ഹി ഇൻവേഡഡ് ആൻഡ് കോൺക്വേർഡ് കലിംഗ, പ്രസൻറ്റ് ഡേ ഒഡീഷ. അപ്പോൾ മാപ്പ് 2 ഞാൻ വേണമെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്യാം. മാപ്പ് 2 കണ്ടല്ലോ, അതിനി അടുത്ത പേജിലാണ് കേട്ടോ മാപ്പ് 2 വരുന്നത്. നെക്സ്റ്റ് പേജിൽ മാപ്പ് 2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കാണാം? നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? 4-5 സ്റ്റേറ്റുകളും പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽസും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതിനകത്ത് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് ഡേ ഒഡീഷയായ ആഫ്റ്റർ ഹി ഇൻവേഡഡ് കോൺക്വേർഡ് കലിംഗ. കണ്ടോ, കലിംഗ എന്ന് പറയുന്ന സ്ഥലം കണ്ടല്ലോ, കലിംഗ ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഒഡീഷ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം ഇവിടെ നമ്മുടെ മൗര്യ കിങ്ഡം, അശോകൻ എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് ഈ ഒരു സ്ഥലം പിടിച്ചെടുക്കുകയും മൗര്യ കിങ്ഡത്തിനെ എക്സ്പാൻഡ് ചെയ്തു, വലുതാക്കുകയും ചെയ്തു, അങ്ങോട്ടേക്കും കൂടെ വലുതാക്കി. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഇൻസ്ക്രിപ്ഷൻസ് ദാറ്റ് അശോക ഗേവ് അപ്പ് വാർ ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് കലിംഗ. അപ്പം ഈ ഇൻസ്ക്രിപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം, ഈ ഒരു കലിംഗ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അശോക യുദ്ധം തന്നെ ഹി ഗേവ് അപ്പ്, വിട്ടുകളഞ്ഞു എന്നാണ് പറയുന്നത്. അതിനൊരു മെയിനായിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ നോക്കാം അടുത്തത് എന്താണെന്ന് നോക്കിയോ. അറ്റ് ദിസ് പ്ലേസ് നമ്മുടെ റുമിന്തി, അതായത് ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ഇൻസ്ക്രിപ്ഷനാണ്. ലുംബിനി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ, ബുദ്ധനെ പറ്റി പഠിച്ചപ്പോൾ ലുംബിനി എന്താണെന്ന് പഠിച്ചു. ഞാൻ ഇപ്പോൾ പറഞ്ഞു തരില്ല, നിങ്ങൾ പോയി നോക്കുക, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണമല്ലോ. അപ്പോൾ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി പഠിച്ചു. അറ്റ് ദിസ് പ്ലേസ് വെയർ ബുദ്ധ ശക്യാമുനി വാസ് ബോൺ.
വേറൊന്നുമല്ല ലുംബിനി, നമ്മുടെ ബുദ്ധൻ ജനിച്ച സ്ഥലമാണ് കേട്ടോ ലുംബിനി. അപ്പോൾ ഇവിടെ ദേവനാം പിയദാസി കെയിം ആൻഡ് വർഷിപ്ഡ് ഇൻ പേഴ്സൺ 20 years ആഫ്റ്റർ ഹിസ് കൊറോണേഷൻ. അപ്പോൾ ഈ ദേവനാംബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം ബിലൗഡ് ടു ഗോഡ്, അതായത് ദൈവത്തിന് പ്രിയപ്പെട്ടവൻ. പിയാദാസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജാവായ അശോകനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിയാദാസി. പുള്ളിക്കാരൻ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒറ്റയ്ക്ക് വന്ന് വർഷിപ്ഡ് ഇൻ പേഴ്സൺ, ഒറ്റയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം 20 years ആഫ്റ്റർ ഹിസ് കൊറോണേഷൻ, അതായത് കൊറോണേഷൻ എന്ന് വെച്ചാൽ നമ്മൾ രാജാവോ രാജ്ഞിയോ ആവുന്ന ആ ഒരു സെറമണിയാണ് കൊറോണേഷൻ എന്ന് പറഞ്ഞത്. അപ്പം രാജാവും രാജ്ഞിയായി 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥലത്തിൽ വരുന്നത്. A stupa surrounded by a granite wall was erected here to signify that this was the birthplace of great person. അപ്പോൾ ഇവിടെ ഒരു ഗ്രാനൈറ്റ് വാൾ ഉണ്ടാക്കി സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു സ്തൂപമാണ്. സ്തൂപങ്ങൾ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു സ്തൂപത്തിൽ നിന്നും, ഒരു ഗ്രാനൈറ്റ് വാളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സ്തൂപത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെയാണ് ആര് ജനിച്ചത്? ബുദ്ധൻ എന്ന് പറയുന്ന മഹാത്മാവ് ജനിച്ചത്. It was decided that people of Lumpini should be exempted from the Bali and they needed to give only 1/8 part of the harvest as Bhaga. അപ്പോൾ ബുദ്ധൻ അന്നേ ഫൈറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ബലിയിൽ നിന്നും ലുംബിനിയിലുള്ള ആൾക്കാരെ മാറ്റി നിർത്തണം എന്നുള്ള കാര്യം. ബലി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബലി കൊടുക്കുക, റിലീജിയസ് ആയിട്ട്. അപ്പോൾ കാറ്റിലിനെയൊക്കെ ബലി കൊടുക്കുക. അപ്പോൾ ബലി കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചതാണ്. സോ ഇവിടെയും മറ്റൊരു കാര്യം എന്താണ്? ദേ നീഡഡ് ടു ഗീവ് ഓൺലി 1/8 പാർട്ട് ഓഫ് ദ ഹാർവെസ്റ്റ്. അവർ ചെയ്യുന്ന കൃഷിയിൽ നിന്നും 1% അല്ലെങ്കിൽ 1/1 മാത്രം ഇവർക്ക് എന്ത് കൊടുത്താൽ മതി? നികുതിയായിട്ട് അടച്ചാൽ മതി. അതിനെയാണ് ഭാഗ. അപ്പോൾ ഇത് പീപ്പിൾ ഓഫ് ലുംബിനിയിലെ കാര്യമാണ് നമ്മുടെ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇൻസ്ക്രിപ്ഷൻ ഓഫ് റുമിന്തി നേപ്പാൾ ലുംബിനി ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ലേഷൻസ് ആർ ഗിവൺ ബിലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇൻസ്ക്രിപ്ഷനിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മൗര്യ കിങ്ഡം ഫ്രം ദിസ് ഇൻസ്ക്രിപ്ഷൻ? അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ? 2 ടൈപ്പ് ഓഫ് ടാക്സ് ഉണ്ട്, ബലി, ഭാഗ. രണ്ടാമത്തത് ഭാഗ കളക്ട് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിലാണെങ്കിൽ ബലി എന്ന് പറയുന്ന ഒരു റിലീജിയസ് ട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ബലി കൊടുക്കുക, നമ്മൾ പറയില്ലേ, ഒരു ദാനം പോലെയൊക്കെ കൊടുക്കുക. അതുപോലെ കിങ്ഡത്തിൽ മൊത്തം 7 സപ്താംഗങ്ങളുണ്ടായിരുന്നു അല്ലേ? സ്വാമി, മത്യ, ജനപാത, ദുർഗ, കോശ, ദന്ത, മിത്ര തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമുക്ക് ഈ ഇൻസ്ക്രിപ്ഷൻസിൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. സോ നമ്മൾ ഇനി ഒരു ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ളി തീർക്കുന്നു ആൻഡ് ഫുൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. വെയിറ്റ് ആക്കില്ല, ഉടനെ തന്നെ ഞാനത് ചെയ്തു തരാം. ആൻഡ് നെക്സ്റ്റ് പേജ് 37 നോക്കിയേ. മൗര്യൻ എംപയർ. എന്താണ് മൗര്യൻ എംപയർ? സോ നമ്മൾ ഇന്ന് പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം മഗധയാണ് പഠിച്ചത്, രണ്ടാമത് മൗര്യ കിങ്ഡം പഠിച്ചു. ഇപ്പം നമ്മൾ എത്തിയത് മൗര്യൻ റൂളിനെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് അന്നത്തെ ഭരണരീതി, മൗര്യൻ റൂൾ. അപ്പോൾ യു ഹാവ് സീൻ ദാറ്റ് മൗര്യ കിങ്ഡം വാസ് വാസ്റ്റ് അല്ലേ? മൗര്യ കിങ്ഡം നിങ്ങൾ നോക്കിയേ എന്തുമാത്രമുണ്ട്. ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും മൗര്യ കിങ്ഡം ഉണ്ട്. അപ്പോൾ ഇവരുടെ എങ്ങനെയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ രീതി, ഭരണരീതി? As you know, our country is divided into various states of administrative convenience and all states have capitals. അല്ലേ? നമ്മുടെ രാജ്യം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? പല സ്റ്റേറ്റുകളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഭരണം കുറേ കൂടെ കൺവീനിയൻസ്, എളുപ്പമാക്കാൻ. അതുപോലെ എല്ലാ സ്റ്റേറ്റ്സിനും ക്യാപിറ്റൽസും ഉണ്ട്. മൗര്യ കിങ്ഡം ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻറ്റു വേരിയസ് പ്രൊവിൻസസ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ്സിനെ തന്നെയാണ്. പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽസ്, പ്രൊവിൻസസ് ഒക്കെ ആയിട്ട് പല മൗര്യ കിങ്ഡത്തിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സച്ച് പ്രൊവിൻസസ് വെയർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവർണേഴ്സ്. അപ്പം ഈ പ്രൊവിൻസുകളൊക്കെ ആരുടെ കൺട്രോളിലായിരിക്കും? ഗവർണേഴ്സിൻ്റെ കൺട്രോളിലായിരിക്കും. അതുപോലെ പട്ടാലിപുത്ര എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ. പട്ടാലിപുത്ര കണ്ടല്ലോ, വാസ് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ദ എംപറർ. പട്ടാലിപുത്ര ആരുടെ കൺട്രോളിലും ആയിരിക്കും? മെയിനായിട്ടുള്ള രാജാവിൻ്റെ കീഴിലും ആയിരിക്കും. ബാക്കിയൊക്കെ ഗവർണേഴ്സിൻ്റെ കൺട്രോളിലും ആയിരിക്കും. സോ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലൊരു കാര്യമുണ്ട്, അശോകൻ ഇൻസ്ക്രിപ്ഷൻ. എന്താണെന്നും കൂടെ നോക്കിയോ. ലാർജ് നമ്പർ ഓഫ് അശോക സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് അശോക ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് അല്ലേ? അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് വിളിക്കാനുള്ള കാര്യം? ഏഷ്യ എന്ന് പറയുന്ന ഒരു വലിയ കോണ്ടിനെൻറ്റിലെ ഒരു പാർട്ടാണ് ഇന്ത്യ. അതാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് പലയിടത്തും അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം ബ്രഹ്മി എന്ന് പറയുന്ന ലാംഗ്വേജാണ്. തൊട്ട് താഴെ നോക്കാം, നിങ്ങൾക്ക് കാണാം ഹിന്ദി, ബംഗാളി, മലയാളം, തമിഴ് ആൻഡ് ബ്രഹ്മി. നമ്മുടെയൊക്കെ പോലെ
പോലെ തന്നെയാണ് ആ ഒരു ലാംഗ്വേജ്, കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ബ്രഹ്മിയിലാണ് എഴുതിയിട്ടുള്ളത്. ബ്രഹ്മി മാത്രമല്ല, ദേ ആർ റിട്ടൺ ഇൻ ബ്രഹ്മി, ഖരോഷ്ടി, അരാമിക് സ്ക്രിപ്റ്റ്സ്. അപ്പോൾ ഈ 3 ലാംഗ്വേജിലും ആ ഒരു ഇൻസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ദ അശോകൻ ഇൻസ്ക്രിപ്ഷൻസ് വെയർ ഫസ്റ്റ് റെഡ് ഇൻ 1838 ബൈ ദ ബ്രിട്ടീഷ് എപ്പിഗ്രാഫിസ്റ്റ് ജെയിംസ് പ്രിൻസപ്പ്. അപ്പോൾ എപ്പിഗ്രാഫിസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ കണ്ട താളിയോലയിലൊക്കെ എഴുതിയിരിക്കുന്ന ഇൻസ്ക്രിപ്ഷൻസ് പഠിക്കുന്ന വ്യക്തിനെയാണ് എപ്പിഗ്രാഫിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എപ്പിഗ്രാഫിസ്റ്റായ ജെയിംസ് പ്രിൻസപ്പാണ് ഈ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ആദ്യമായിട്ട് വായിക്കുന്നത് 1838. മോസ്റ്റ് ഓഫ് ദി ഇൻസ്ക്രിപ്ഷൻസ് റെഫേഴ്സ് ടു ദ കിങ് ആസ് ദേവനംപിയ. ദേവനംപിയ എന്ന് വെച്ചാലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിലോവ്ഡ് ഓഫ് ഗോഡ് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ മനസ്സിലാക്കുന്നത്. കിങ്ങിനെ അങ്ങനെയാണ് അന്നത്തെ കാലത്ത് റെഫർ ചെയ്യുന്നത്. രാജാവിനെ വിളിക്കുന്നത് ദേവനാംബിയ എന്നാണ്. But the name Ashoka can be found in the inscriptions of Maski, Udagulam and Nittur in Karnataka. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പുള്ളിക്കാരന് ഈ ഇൻസ്ക്രിപ്ഷൻസ് കിട്ടിയപ്പോഴൊക്കെ അശോകനെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം, അശോകൻ്റെ പേര് പലയിടത്തും കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ജെയിംസ് പ്രിൻസപ്പ് വ്യക്തമാക്കിയത്. മോസ്റ്റ് ഓഫ് ദ സ്ക്രിപ്റ്റ്സ് യൂസ്ഡ് ഇൻ മോഡേൺ ഇന്ത്യ ആർ ഡിറൈവ്ഡ് ഫ്രം ദ ബ്രഹ്മി സ്ക്രിപ്റ്റ്. അപ്പോൾ കൂടുതലും സ്ക്രിപ്റ്റൊക്കെ മോസ്റ്റ് ഓഫ് ദ സ്ക്രിപ്റ്റ്സ് യൂസ്ഡ് ഇൻ മോഡേൺ ഇന്ത്യ, പല ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റുകളും നമ്മൾ ഈ ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് ആൾക്കാർ അന്ന് എഴുതിക്കൊണ്ട് ഇരുന്നത്. സോ ഫൈൻഡ് ദ ക്യാപിറ്റൽസ് ഓഫ് ദ പ്രൊവിൻസസ് ഫ്രം മാപ്പ് 2 ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഈ പ്രൊവിൻസുകളിലേക്ക് ക്യാപിറ്റൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. ഞാനത് ഈ ക്ലാസ്സിൽ ചെയ്യുന്നില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ബട്ട് തൊട്ട് താഴെ നെക്സ്റ്റ് പേജിലൊരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിനകത്ത് സദേൺ പ്രൊവിൻസ്, വെസ്റ്റേൺ പ്രൊവിൻസ്, നോർത്തേൺ പ്രൊവിൻസ്, ഈസ്റ്റേൺ പ്രൊവിൻസ്, 4 പ്രൊവിൻസുകളുണ്ട്. ഇതൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ ചോദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 4 പ്രൊവിൻസ്. സദേൺ പ്രൊവിൻസ് ഏതാ? സുവർണഗിരി. വെസ്റ്റിൽ ഏതാ ഉള്ളത്? വെസ്റ്റിൽ ഉജ്ജയിനി. നോർത്ത് നോക്കിക്കഴിഞ്ഞാൽ തക്ഷശില ആൻഡ് ഈസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ തോശാലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് 4 പ്രൊവിൻസുകൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിലെ ക്യാപിറ്റൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ആൻഡ് ഈ ഒരു പാർട്ട് 1 പാർട്ട് 2 വീഡിയോയിൽ നിങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കൊടുക്കുക. എന്നാലേ എനിക്ക് അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പേ അതൊന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡൗട്ട്സൊക്കെ. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് വീഡിയോ ചെയ്തു തരാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അറിഞ്ഞുകൂടാത്തതോ മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ കമൻറ്റിൽ തന്നെ ആൻസറും കൂടെ ടൈപ്പ് ചെയ്തിട്ട് തരാം. 2-3 പേരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ നല്ലപോലെ എല്ലാവരും പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കളിയും പഠിത്തവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. അത് രണ്ടും ബാലൻസ് ചെയ്ത് പോകുന്നവരാണ് ഏറ്റവും മിടുക്കന്മാർ. ഓക്കെ, ഫുൾ ടൈം പഠിക്കുകയും വേണ്ട, ഫുൾ ടൈം കളിക്കുകയും വേണ്ട. കളിക്കാനും പഠിക്കാനും ഒക്കെ ഒരു സമയം കണ്ടെത്തിയിട്ട് അങ്ങനെ ചെയ്യുക. ഓക്കെ, സോ എന്തായാലും ഞാൻ ഇന്ന് പോകുന്നു. ആൻഡ് ഉടനെ തന്നെ തിരിച്ചു വരാം അടുത്ത വീഡിയോ വരെ. അൺടിൽ ദെൻ, ബൈ ബൈ, സീ യു.